എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 ഇപ്പൊ അടുത്ത് തന്നെ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ GK പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുക. അപ്പം നിങ്ങൾ ആൻസർ എഴുതി വെക്കുക. അത് ശരിയാണോ എന്ന് ഞാൻ പറയുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, കുണ്ടറ വിളംബരം. ഇതിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എ ആണ്. അതായത് തിരുവിതാംകൂറിലെ ദളവയുമാണ്, പിന്നെ കുണ്ടറ വിളംബരം എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1857 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. ഇതില് ശരിയായ ജോഡി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. നെക്സ്റ്റ് പറയുന്നത് 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ജനറൽ അസംബ്ലി ആണോ, INA ആണോ, സെക്യൂരിറ്റി കൗൺസിൽ ആണോ? ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ ബി ആണ്. അതായത് INA എന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സൺയാറ്റ്സൻ, കുമിങ്താങ്, മാവോ സേതുങ്, ലോങ് മാർച്ച്, മുസോളിനി, റെഡ് ഷർട്ട്സ്. ആൻസർ ബി ആണ്. അതായത് സൺയാറ്റ്സൻ, കുമിങ്താങ്, മാവോ സേതുങ്, ലോങ് മാർച്ച്. ഇത് രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ആൻസർ എ ആണ്. അതായത് അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം എന്നുള്ളതാണ് ശരിയായ ആശയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ആൻസർ സി ആണ്. സി അച്യുതമേനോന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ഇതില് 2 പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് ശരിയെന്നോ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പ്രസ്താവന എയും ബിയും ശരിയാണോ തെറ്റാണോ, ഒന്ന് ശരിയും ഒന്ന് തെറ്റാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളത്താണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാക്കുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം. ആൻസർ സി ആണ്. കറുത്ത മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ബി മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തര മഹാസമതലത്തിനും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം.
ആൻസർ എ പശ്ചിമ അസ്വസ്ഥത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ആൻസർ സി ആണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ആൻസർ സി ആണ് എല്ലാം അനുയോജ്യമാണ്. അതായത് ADP, AIM, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് എല്ലാം അനുയോജ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. ഇതിലെ ഏതൊക്കെയാണെന്ന്? ആൻസർ ഡി ആണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇവിടെ വിവരണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് യോജിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്? സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക എന്നുള്ളതാണ്. ആഗോളവൽക്കരണം എന്നുള്ളത് എന്താണ്? വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ ശരി? ബി എന്നുള്ളതാണ് ഓപ്ഷൻ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വിവിധ തരം തൊഴിലില്ലായ്മയും അതിന്റെ വിവരണം. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇതിലെ ഏതാണ് യോജിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഇതിലെ പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ. ഘടനപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. നെക്സ്റ്റ്, കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുക. കാലികമായ തൊഴിലില്ലായ്മ. ഇനി അടുത്തത് എന്താണ്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഇതില് പിന്നെ 11ാം പഞ്ചവത്സര പദ്ധതി ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം യോജിക്കുന്നത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് അല്ലെ. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഗാഡ്ഗിൽ യോജന. നെക്സ്റ്റ്, 9ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. പിന്നെ 11ാം പദ്ധതി അതെന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് 2024-25 യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം GDP-യുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ആൻസർ ബി ആണ്, അതായത് 5.1%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്?
ആൻസർ ഡി ആണ് സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിലെ ത്രിതല പഞ്ചായത്തിനു പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ആൻസർ ബി അശോക് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖ ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞതാരെ? ആൻസർ ഡി അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഡി 52-ാം ഭേദഗതി. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? ആൻസർ ബി വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ എ അയിത്ത നിർമാർജനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബിൽ ആയിരുന്നു? ആൻസർ സി ആണ് ബിൽ നമ്പർ 173/2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ PARI-യുടെ പൂർണ്ണരൂപം? ആൻസർ ബി ആണ് പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകളുണ്ട്. ഏതാണ്? ആൻസർ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട് എന്നുള്ളതും അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ്. അതായത് എല്ലാം ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലേൻ പൊക്കുടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ്. അതായത് പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പിന്നെ പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഡി ആണ്. അതായത് 1ഉം 3ഉം. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഡി ആണ്. അതായത് ഇതെല്ലാം ശരിയാണ്. കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ. പിന്നെ എന്താണ്? കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ KG പ്രേംജിത്ത്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ബി ആണ്. അതായത് 1ഉം 3ഉം. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന?
ആൻസർ സി ആണ്. അതായത് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ്. ഹേമ കമ്മിറ്റി 3 അംഗങ്ങളാണുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. ഇതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ഏതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്? മലേറിയ ആണ് അല്ലെ. മലേറിയ എങ്ങനെയാ പടരുന്ന രോഗമാണ് അല്ലെ. ഹൃദ്രോഗവും അമിതവണ്ണവും പക്ഷാഘാതവും ഒക്കെ നമ്മൾക്ക് ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന രോഗമാണ്. പക്ഷെ മലേറിയ അങ്ങനെയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ബി ആണ്, ആമസോൺ മഴക്കാടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി? മന്ത് ആരാണ്? ക്യൂലെക്സ് കൊതുക്. ക്യൂലെക്സ് ആണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തെ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടിക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി? ആൻസർ ഡി ആണ്, സ്നേഹപൂർവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം? ആൻസർ സി ആണ്, ജീവകം ഡി. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം? കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുക. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ആൻസർ ബി ആണ്, വാസോപ്രസിൻ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം എന്താണ്? തിമിരമാണ്. തിമിരമാണ് കണ്ണിലെ ലെൻസ് എന്താണ് സുതാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലെ ലെൻസ് കൂടെ പ്രകാശം കടത്തിവിടാൻ പറ്റും. പക്ഷെ അതാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടത്തിവിടാത്ത അവസ്ഥ, അപ്പൊ പിന്നെ കാണില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏത് വരുന്നത്? തിമിരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഘർഷണം ഊർജ നഷ്ടം ഉണ്ടാക്കുന്നില്ല. നിരങ്ങൽ ഘർഷണം ഉരുള ഘർഷണത്തെക്കാൾ കൂടുതലാണ്. ഘർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കന്റുകൾ സഹായിക്കുന്നു. ഘർഷണം ചലനത്തെ എതിർക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ആൻസർ എ ആണ്, അതായത് ഘർഷണം ഊർജ നഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ സി ആണ്, അതായത് TKക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല എന്നുള്ളതും പിന്നെ എന്താണ്, 1 യൂണിറ്റ് ഫാരൻഹീറ്റ് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഏത്? ആൻസർ ഡി ആണ്, ഗുരുത്വാകർഷണ ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത്? ആൻസർ ഡി, NPL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. ആറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെ സഹായിക്കുന്നു? ആൻസർ സി ആണ്, ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ്? ആൻസർ സി, പർപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ്?
ആൻസർ എ പച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന് W ആറ്റോമിക ഭാരവും N ആറ്റോമിക സംഖ്യയും ഉണ്ട്. എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ആൻസർ സി ആണ്, W-N. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? അമാൽഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷണ ക്യാനുകൾ സിങ്കിനു പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ സി ആണ്, സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ്? OV വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി? ആൻസർ എ എഴുത്തച്ഛൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ആൻസർ സി സച്ചിൻ ടെണ്ടുൽക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉയിരിൻ കൊലക്കുടുക്കവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് ഈ വരികൾ? ആൻസർ എന്താണ്? ഡി എന്നുള്ളതാണ്, വൈലോപ്പിള്ളി ആണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ സി ആണ്, ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏത്? ആൻസർ എ മോഹിനിയാട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൂടൽമാണിക്യം ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ്. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടറുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം? ആൻസർ എ CSS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പൊതു ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര്? ആൻസർ സി ഗ്രിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവര സാങ്കേതിക വിദ്യ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. എല്ലാം ശരി. ഏതാണ് ഇതിന് വിവര സാങ്കേതിക വിദ്യ നിയമത്തിലുള്ളത്? അതായത് ഇത് രണ്ടും ശരിയാണ്. 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർമ്മിക്കുന്നത് എന്നുള്ളതും ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ്? ആൻസർ സി ബ്ലിങ്ക് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ്. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. ആൻസർ ബി ആണ്, അതായത് 1ഉം 3ഉം ആണ് ശരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണ് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം?
ആൻസർ സി ആണ്. പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. അതായത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും പരിഹാരം തേടുവാനുള്ള അവകാശവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷയാണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര? ആൻസർ ബി ആണ്, 48 മണിക്കൂർ. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ആൻസർ സി ആണ്, ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെ? ആൻസർ എ ആണ്, കിഷോർ മക്വാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകുവാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏത്? ആൻസർ ബി, 2019. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത്? ആൻസർ ഡി ആണ്, ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരെ? ആൻസർ എ ആണ്, മജിസ്ട്രേറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.